നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാനുള്ള മെയിൻ റീസൺ ഇതാണ്. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു പെൺകുട്ടി പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടുന്നില്ല. സോ ഞാൻ ഒരു ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണ് എന്നുള്ളത്. ആക്ച്വലി എന്താണ് ഇമോഷണൽ കണക്ഷൻ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിൽ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇമോഷണൽ കണക്ഷൻ. അതുണ്ടായി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ ബന്ധം നിലനിർത്താൻ പറ്റുള്ളൂ. അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലി അവൈലബിൾ ആയിരിക്കണം തന്റെ പാർട്ട്ണർ. അതായത് അവളെ കേൾക്കണം, അവളെ കാണണം, അവളെ ശ്രദ്ധിക്കണം, കെയർ ചെയ്യണം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സില്ലി മാറ്റേഴ്സ് ആണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സില്ലി മാറ്റേഴ്സ് ആണ്. അവരിതിനെ കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ല എന്നുള്ളതാണ്. അവളെ കാണുക, കേൾക്കുക, ശ്രദ്ധിക്കുക, കെയർ ചെയ്യുക, പല കാര്യങ്ങളും ഓർത്ത് വെച്ച് അവൾക്ക് ചെയ്തു കൊടുക്കുക, ഇതെല്ലാം ഒരു സ്ത്രീയെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് അവൾ ആഗ്രഹിക്കുന്ന ഇമോഷണൽ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ പുരുഷന്മാർക്ക് ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം അവരുടെ ബ്രെയിനിങ് സിസ്റ്റം അങ്ങനെയാണ്. അവർക്ക് ഇതൊന്നും ഓർത്ത് വെക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ കപ്പാസിറ്റി ഇല്ല. പുരുഷന്മാരെല്ലാം ഇപ്പോഴും ലോജിക്കലി ആൻഡ് പ്രാക്ടിക്കലി ചിന്തിക്കുന്നവരാണ്. അവർക്ക് ഇത്തരം സില്ലി മാറ്റേഴ്സ് ഒന്നും അവരുടെ മൈൻഡിൽ പോലും വരൂല. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ബന്ധത്തിൽ അവർക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബോധപൂർവം ശ്രമിക്കുക. എന്നെ പോലെയല്ല എൻ്റെ പാർട്ട്ണർ ചിന്തിക്കുന്നത് എന്നുള്ളത്. അതായത് സ്ത്രീകൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണ് ഹാപ്പി ആവുന്നത്. അപ്പൊ നമ്മൾ ബോധപൂർവം കൊടുക്കാൻ ശ്രമിക്കുക. ഇനി പറയാനുള്ളത് സ്ത്രീകളോടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് വാ തുറന്ന് പറയാൻ നിങ്ങൾ ശീലിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ മുന്നേ പറഞ്ഞതാണല്ലോ, എന്റെ ഇഷ്ടങ്ങൾ അദ്ദേഹത്തിന് അറിയാലോ, അതുകൊണ്ട് അത് കണ്ടറിഞ്ഞ് ചെയ്തു തരണ്ടേ എന്നുള്ളൊരു ഭാവത്തിൽ മിണ്ടാതിരിക്കും. ആക്ച്വലി പുരുഷന്മാർക്ക് കണ്ടറിയാനുള്ള കപ്പാസിറ്റി വളരെ കുറവാണ്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഒരുപാട് പ്രാവശ്യം അത് പറയേണ്ടതായിട്ട് വരും. കാരണം അവരങ്ങനെയാണ്. അവർ ലോജിക്കലി ആൻഡ് പ്രാക്ടിക്കലി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവരാണ്. അവർക്ക് ഇമോഷണലി പെട്ടെന്ന് കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ള കഴിവ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വൈവിധ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചാൽ ലൈഫ് കുറച്ചും കൂടി സ്മൂത്ത് ആക്കാൻ പറ്റും.